മുറിവുകളേറ്റൊരു മനുഷ്യൻ കൊല്ലപ്പെടുന്ന സന്ദർഭത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യന്റെ വിശപ്പിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ നമുക്ക്. ആ മനുഷ്യന്റെ വേദനയെ അല്ലെ, പ്രയാസത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവസാനത്തെ തല്ലും കുത്തുമേറ്റ് ഈ മരണത്തിന്റെ മുഖത്തിരുന്ന് ശ്വാസം അവസാനത്തേതും ആഞ്ഞു വലിച്ചു തീരുമ്പോൾ തൻ്റെ ഭാര്യയെയും 2 മക്കളെയും മനസ്സിനകത്ത് സങ്കല്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ പാവം അതിഥി തൊഴിലാളിയായ രാംനാരായണൻ മരിച്ചുപോയത്. പക്ഷെ ആ വിശപ്പിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. KGS പാടുന്നുണ്ട് അദ്ദേഹത്തിന്റെ കവിതയിൽ, മയക്കുമരുന്നിൽ വാടി വരുന്ന സ്വപ്നം ഓടയിൽ വീണടിഞ്ഞോളും, വിശപ്പ് തിന്ന് വരണ്ട ക്രുദ്ധ സ്വപ്നം ചാവില്ല തച്ചാലും കൊന്നാലും. വിശന്നു മരിച്ചവന്റെ ദുഃഖത്തെ സങ്കടത്തെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ കഴിയില്ല. അത് തീമഴയായി ലോകത്ത് നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് KGS പാടുന്നത്. അപ്പൊ നമ്മുടെ കാഴ്ചകൾക്ക് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ വിശപ്പിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്? നമ്മുടെ കണ്ണുകൾക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദരിദ്രമായ ശോഷിച്ചുപോയ അദ്ദേഹത്തിന്റെ വാരിയെല്ലുകളെ ശരീരത്തെ കാണാൻ കഴിയാതെ പോയത്? നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് അതിർത്തിക്കപ്പുറത്തേക്ക് പാവം മനുഷ്യന്റെ കുടുംബത്തിന്റെ സങ്കടങ്ങളെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയാതെ പോയത്? അവിടെയാണ് കാഴ്ച തടയുക എന്ന് പറയുന്നത്.